ചിത്രതൊടി ജുമാ മസ്ജിദിലെ കബറടക്ക ചടങ്ങുകളൊക്കെ നടക്കുക. ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് വിട ചൊല്ലി സിനിമാ ലോകം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ. വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ, എപ്പോഴാണ് പൊതുദർശന ചടങ്ങുകൾ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇപ്പോഴും പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മരണം സ്ഥിരീകരിച്ചത് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അടക്കം ഈ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയായിട്ടുള്ള പിറവിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ മന്ത്രി GR അനിൽ, മന്ത്രി വി ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ, കൂടാതെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കവി മധുസൂദനൻ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അവസാന നിമിഷം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ വസതിയിൽ മാത്രമാണ് പൊതുദർശനം നിശ്ചയിച്ചതെങ്കിൽ ഇപ്പോൾ കലാഭവൻ തിയേറ്ററിലും പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. രാവിലെ 10:30 മുതൽ 12:30 വരെയാണ് കലാഭവനിൽ അദ്ദേഹത്തിന്റെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമയ്ക്ക് തന്നെ, അല്ലെങ്കിൽ പിറവി എന്നൊരൊറ്റ ചിത്രം മതി ആരാണ് ഷാജി എൻ കരുൺ എന്നും ആരായിരുന്നു ഷാജി എൻ കരുൺ എന്നും മലയാളികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു പിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച വ്യക്തിയാണ്. കൂടാതെ ഛായാഗ്രഹകൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും തന്റേതായിട്ടുള്ള വ്യക്തിത്വം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഈ മരണം അറിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. ഈ 12:30 വരെ, രാവിലെ 10:30 മുതൽ 12:30 വരെയാണ് ഈ കലാഭവനിൽ പൊതുദർശനം നടത്തുന്നത്. അതിനുശേഷം വീണ്ടും വസതിയിലേക്ക് കൊണ്ടുപോകും. വസതിയിൽ തന്നെയായിരിക്കും വീണ്ടും പൊതുദർശനം വെക്കുക. ഇന്ന് കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മലയാള സിനിമയെ തന്നെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. പിറവി എന്ന ചിത്രമാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചലച്ചിത്രം എന്ന് പറയുന്നത്. ആ ഒരു ചിത്രത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ ഷാജി എൻ കരുണിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ അല്ലെങ്കിൽ പിറവി എന്ന ചിത്രത്തിന്റെ ആ ഒരു പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ വസതിക്ക് വെച്ചിട്ടുമുണ്ടായിരുന്നത്. ഇത്തരത്തിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു സംവിധായകൻ എന്ന് വേണോ വിശേഷിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഛായാഗ്രഹകൻ എന്ന് വിശേഷിപ്പിക്കണോ എന്ന് തന്നെ പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. 1988 അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായിട്ടുള്ള പിറവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ 70ഓളം ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുകയും 31ലധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഛായാഗ്രഹകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹണം, അതായത് ക്യാമറ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരങ്ങൾ നിരവധിയായി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ അർബുദ രോഗബാധിതനായ അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. തുടർന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലടക്കം പ്രവേശിക്കുകയും മറ്റും ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിറവിയിലുള്ള വഴുതക്കാടുള്ള വീട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണമടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറെ നാളായി അർബുദ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു എന്നടക്കം തന്നെ വീട്ടുകാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ഈ സംസ്ഥാന ചലച്ചിത്ര ഈ ഡാനിയൽ അവാർഡ് അടക്കം വാങ്ങി അധികം ദിവസമായിട്ടില്ല. അതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ നിശാഗന്ധിയിൽ വെച്ചായിരുന്നു അവാർഡ് അടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മലയാള സിനിമയ്ക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ഈ മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും.
എന്തായാലും ഇപ്പോഴും വീട്ടിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 10:30 ഇനി കലാഭവനിലേക്ക് കൊണ്ടുപോകുന്നത്. 10:30 മുതൽ 12:30 വരെ ആളുകൾക്ക് ഈ കലാഭവനിലെത്തി പൊതുദർശനം അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും വസതിയിലേക്ക് തന്നെ, വഴുതക്കാടുള്ള വസതിയിലേക്ക് തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകും. തുടർന്ന് വൈകിട്ട് 4:30 ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നത്. ആതിര, തീർച്ചയായും അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. കാഴ്ചകൾ ചിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടുള്ള മലയാള സിനിമയിൽ നവതരംഗം സൃഷ്ടിച്ച ഒരു സംവിധായകനാണ്. അതുപോലെ തന്നെ ലോകോത്തര സിനിമാ കലണ്ടറിൽ മലയാള ചലച്ചിത്രത്തെ അടയാളപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. തീർച്ചയായും ഷാജി എൻ കരുൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏത് നിലയിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് എന്നത് മാത്രമാണ്. ഛായാഗ്രഹകനാണ്, സംവിധായകനാണ്, എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. 40ഓളം ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ക്യാമറ കണ്ണുകളിലൂടെയാണ് ലോകം കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ഈ സിനിമയെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അതിനുശേഷമാണ് പിന്നീട് ഈ സിനിമ അല്ലെങ്കിൽ സംവിധാനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. പിറവി എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായുള്ളത്. അതിനുശേഷം തന്നെ നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. പിറവി, സ്വപാനം, സ്വം, വാനപ്രസ്ഥം, നിഷാദ്, കുട്ടിശ്രാങ്ക്, AKG തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിട്ടുള്ള പദവി അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സിനിമാ മേഖലയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു ഷാജി എൻ കരുൺ എന്ന് പറയാൻ സാധിക്കും. മലയാള സിനിമയും ദേശീയ, അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതിലടക്കം തന്നെ പ്രധാനമായിട്ടുള്ള മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജി എൻ കരുൺ എന്ന് പറയുന്നത്. സംവിധായകൻ എന്ന നിലയിലാണെങ്കിലും ഛായാഗ്രഹകനാണെന്ന നിലയിലാണെങ്കിലും നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ശരി വിനയ. കാഴ്ചകൾ ചിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് മലയാള സിനിമയിൽ നവതരംഗത്തിന് ഊർജം പകർന്ന പ്രതിഭയായിരുന്നു ഷാജി എൻ കരുൺ. കാൻ ഫിലിം ഫെസ്റ്റിവൽ അടക്കം ദേശീയ, അന്തർദേശീയ വേദികളിലേക്ക് മലയാള സിനിമയെ പിടിച്ചുയർത്തിയ അതുല്യ വ്യക്തിത്വം വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് മറയുന്നത്.